ചേലക്കര എണ്ണുമ്പോഴപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. കൊണ്ടാഴി ലീഡ് ചെയ്യും, പഴയന്നൂർ ലീഡ് ചെയ്യും, തിരുവല്ലാമല ലീഡ് ചെയ്യും, മുള്ളൂർക്കരയിലും ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പൊളിറ്റിക്കൽ ഫൈറ്റ് മാത്രമല്ല, അവർക്ക് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളത് ജീവൻ മരണ പോരാട്ടമായിട്ടാണ് അവർ കണ്ടത്. അതായത് ചേലക്കര വിജയിക്കാൻ കഴിഞ്ഞാൽ അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF വലിയ ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാ തരത്തിലുള്ള പ്രചാരവേലകളും ഇവിടെ ഇറക്കുകയുണ്ടായി. എല്ലാ തരത്തിലുള്ള കള്ളപ്രചാരവേലകളും നടത്തുകയുണ്ടായി. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ പിന്നിൽ അണിനിരക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തുടർന്നും ഈ കേരളത്തിൽ ഉണ്ടാകണം. മൂന്നാം വട്ടവും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരും എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ചേലക്കരയിലും. പാലക്കാട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. BJPയും പിന്നെ UDFും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണ്. ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷമുള്ള 2 പഞ്ചായത്തുണ്ട്, മാത്തൂരും കർണാടിയും പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ അത്ഭുതം സൃഷ്ടിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പാലക്കാടും വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. ഭരണവിരുദ്ധത പറഞ്ഞുണ്ടാക്കുന്നതല്ലാതെ ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നല്ലോ. ജനങ്ങൾക്ക് ഭരണത്തിൻ്റെ നേട്ടം അനുഭവിച്ച ആളുകളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യത്തിനോടൊപ്പം അണിചേരുമെന്നുള്ള കാര്യത്തിൽ സംശയം. അത് അവർ നിശ്ചയിക്കണം. രാഷ്ട്രീയ പരാജയമാണോ വിജയമാണോ എന്നൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ്. എന്തായാലും ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ് വിജയമായിരിക്കും. നിലവിലൊരു ട്രെൻഡ് അനുസരിച്ച് ഭൂരിപക്ഷം എത്രത്തോളം ഉയരുമെന്നാണ് ഒരു കണക്കുകൂട്ടൽ? ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് 10,000-ലധികം ഭൂരിപക്ഷം വരാൻ സാധ്യത. 2016 ഭൂരിപക്ഷത്തേക്കാൾ ഉയരുമെന്ന് ഉറപ്പല്ലേ? 2016 അന്ന് 10,200 വോട്ടാണ്. അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാകാൻ സാധ്യത. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.